ഇന്ന് രാവിലെ തന്നെ എണീക്കുമ്പോൾ തന്നെ കേൾക്കണ കേസ് സ്വർണ്ണക്കള്ള. അതായത് ശബരിമല പോലത്തെ ഒരു മഹത്തായ അമ്പലം, അതായത് ഫുൾ സെക്യൂരിറ്റിയാണ്. ക്യാമറ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തീവെട്ടി ക്യാമറകളാ, ഫുള്ള് ഫുള്ള് ഫുള്ള്. അപ്പൊ അവിടെ നിന്ന് കുറെ 4-5 കിലോ ഒക്കെ സ്വർണ്ണം അവർ കൊണ്ടുപോയിട്ട് ഇപ്പോഴും അന്വേഷണം നടന്നുകൊണ്ടിരിക്കണേ. അതായത് എന്ത് കോമഡിയാണ് ഇവിടുത്തെ അവസ്ഥ. അതായത് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്, അന്വേഷിക്കാനായിട്ടാ CBI വരണം. അതായത് ക്യാമറ ഉണ്ട്, സ്വർണ്ണം എടുത്തോണ്ട് പോയി. അപ്പൊ ഇതാണ് ഇവിടുത്തെ ഈ വിഡ്ഢികൾ. അതായത് ഈ പണമുള്ളവർക്ക്, അതായത് ഇതാണ് അവസ്ഥ. അതായത് പാവപ്പെട്ട ഒരുത്തം ഭക്ഷണം മോഷ്ടിച്ചു കഴിഞ്ഞാൽ അവനെ തല്ലിക്കൊല്ലും, അല്ലെങ്കിൽ അവനെ പിടിച്ചോണ്ടൊക്കെ പോകും. പക്ഷെ പണമുള്ളവർക്ക് എന്താണ്, ഇതുപോലെ ആ ഒരു നീതി ദേവതയുടെ കയ്യിൽ പണം ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ, ഞങ്ങൾ രക്ഷപ്പെട്ടു. അപ്പൊ നിങ്ങളെല്ലാം ഇങ്ങനെ നടന്നു. അപ്പൊ ഈ 95% ഈ പ്രതികരിക്കാത്ത എലികൾ തന്നെയാണ് ഇതിൽ ആ കുഴിയിലേക്ക് വീണുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം നോർമൽ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഓക്കെ, അതായത് കള്ളന്മാര് ഭരിക്കുന്നു, വിഡ്ഢികളായ ആൾക്കാർ നമുക്ക് നീതി തരുന്നു, അതോടൊപ്പം തന്നെ പണമുള്ള ആൾക്കാർ ഇവരെല്ലാം ഡമ്മിയായിട്ട് വെക്കുന്നു. അപ്പൊ അത് ഏറ്റവും വലിയൊരു ഡേഞ്ചർ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ ഈ പണമില്ലാത്ത ഈ പറയുന്ന വിഡ്ഢികളായിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യും, അവരുടെ ശരീരം നശിപ്പിക്കാൻ വേണ്ടി ഇതുപോലത്തെ പ്രവൃത്തികൾ ചെയ്യും. അതായത് ഇന്ത്യ എന്നുള്ളൊരു ഡംപിങ് യാർഡാണ്, അതായത് ഒരു വേസ്റ്റ്. ഞാൻ ശ്രദ്ധിച്ചു, നമ്മുടെ സൂപ്പർ മാർക്കറ്റ് ആണെങ്കിലും നമ്മുടെ ഹോസ്പിറ്റലാണെങ്കിലും നമ്മുടെ എന്തും ലബോറട്ടറിയും ഈ പറയുന്ന മെഡിക്കൽ ഷോപ്പും നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റവും ഇതെല്ലാം അവരുടെ ഒരു വെറും ഒരു എന്താ പറയുക, ഒരു വാടകക്കാരാണ്. അതായത് നമ്മുടെ ഇവിടുത്തെ വലിയ വലിയ ബിസിനസ് ആൾക്കാരാണെങ്കിലും ഇപ്പൊ ലുലു മാൾ ആണെങ്കിലും ഒബ്രോ മാൾ ആണെങ്കിലും ഇതെല്ലാം ജസ്റ്റ് ഒരു പ്ലാറ്റ്ഫോം. ഇവിടെ ഇന്ത്യ എന്നുള്ള മഹാരാജ്യത്തിലെ പണവും ആരോഗ്യവും അവർക്ക് ലൂട്ട് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമും, അതോടൊപ്പം അവിടെ എല്ലാ 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 പ്രൊഡക്റ്റും അവരുടെ ഇരിക്കും. ഓക്കെ, അതായത് ബ്രാൻഡഡ് ബ്രാൻഡഡ് ബ്രാൻഡഡ്. അപ്പോ ഈ പറയുന്ന മൈജി, ഓക്സിജൻ, ഇതെല്ലാം അല്ലെ, അവരെല്ലാം ജസ്റ്റ് ഒരു എന്താ പറയുക, ഒരു മിഡിൽ ഒരു ബ്രോക്കറാണ്. അതായത് അവരുടെ ഒരു പ്രൊഡക്റ്റ് ഞങ്ങൾ മേടിച്ചു, ഞങ്ങൾ വിൽക്കുന്നു, നിങ്ങൾ ഏത് പൈസ മേടിച്ചു, ഞങ്ങൾ കമ്മീഷൻ എടുക്കുന്നു. അപ്പോൾ ഇത് ഏറ്റവും വലിയൊരു പ്രശ്നം വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ എന്നുള്ള മഹാരാജ്യം നശിഞ്ഞു. അതായത് അവരുടെ ലക്ഷ്യം നമ്മുടെ പണം ലൂട്ടികളല്ല, നമ്മുടെ കോൺഷ്യസ്നെസ്, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ്, നമ്മുടെ ഹെൽത്ത്, ഇതെല്ലാം കീഴ്പ്പെടുത്തൽ തന്നെയായിരുന്നു. അതായത് ഇവിടെ ആർക്കും ഒരു ആരോഗ്യമില്ല, അതോടൊപ്പം തന്നെ കുഞ്ഞുങ്ങളെല്ലാം മാരകമായിട്ടുള്ള ക്യാൻസറുകൾ, ഇതിൽ നിന്നും പേര് പോലും ഇല്ല. അതായത് അവരിനി പുതിയൊരു പേരിടും, അവർ പുതിയൊരു കീമോതെറാപ്പി കൊടുക്കും. പക്ഷെ ഇതെല്ലാം അവരുടെ ബ്ലഡിലും അവരുടെ ഭക്ഷണത്തിലും അവരുടെ ശരീരത്തിലുള്ള വസ്ത്രത്തിലും എല്ലാം കൂടിയുള്ള ആ ഒരു വിഷം അവരുടെ ഉള്ളിൽ പോകുമ്പോൾ ക്യാൻസർ വരും. അതോടൊപ്പം തന്നെ പ്രാണവായുലെല്ലാം വിഷം. അപ്പൊ ഇതൊന്നും തിരിച്ചറിയാതെ ഇവിടെ മീഡിയസ് എന്നുള്ള ഒരു സ്ലേവ്സിനെ വെച്ചുകൊണ്ട്, അതായത് ഒരു സ്ലേവ് ഡോഗ്സിനെ വെച്ചുകൊണ്ട് ജാതി വേർപാട്, അത് മതം മതം മതം, ഹിന്ദുക്കൾ, മുസ്ലിംസ്, ക്രിസ്ത്യൻസ്, UDF, LDF, BJP എന്നുള്ള രീതിയിൽ വേർതിരിപ്പിച്ചിട്ട് പരസ്പരം തല്ലിക്കണം. അതായത് ഈ പറയുന്ന വിഡ്ഢികളാ, അതായത് ആ പ്രതികരിക്കാത്ത വിഡ്ഢികളാ ഇങ്ങനെ അതിന്റെ പേരിൽ ഇങ്ങനെ കടിപിടിപ്പിക്കണം. അപ്പൊ ഇതിന്റെ പൊക്കത്ത് നിന്ന് ഇങ്ങനെ പട്ടികൾ കടിപിടിക്കണം കണ്ടിട്ട് അവരിങ്ങനെ ഇരിക്കും. അതായത് ഈ LDF, UDF ലീഡറുടെ നേതാക്കന്മാര്. പക്ഷെ വിഡ്ഢികളെല്ലാം പോയിട്ട് പരസ്പരം തല്ലിപിടിക്കും, ചാവും, വെട്ടും, കുത്തും, ചാവും. അപ്പൊ ഇതെല്ലാം ഏറ്റവും കോമഡി തന്നെയാണ്. അവർ മീഡിയസിന് വേണ്ട വരുന്നല്ലോ, ഒരു 3 സെക്കൻഡിലെല്ലാം അവർക്ക് കോടികൾ കിട്ടും. അപ്പൊ ഇങ്ങനൊരു ടോപ്പിക് കിട്ടിക്കഴിഞ്ഞാൽ 3 സെക്കൻഡിലെല്ലാം ഈ പരസ്യങ്ങളുടെ കോടികൾ കിട്ടും. അപ്പൊ അതാണ് അവരുടെ ലക്ഷ്യം. അപ്പൊ എല്ലാവരും ആ പണത്തിന് പേരെ പോയിട്ട് മനുഷ്യരെ പരസ്പരം തല്ലിച്ചുകൊണ്ടിരിക്കുന്നു, കൊന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ അവരുടെ കുഞ്ഞുങ്ങൾ, ഈ പറയുന്ന മീഡിയസിന്റെ ആണെങ്കിൽ, ഈ പറയുന്ന പൊളിറ്റീഷ്യൻസ് ആണെങ്കിലും അവരുടെ കുഞ്ഞുങ്ങളും മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം തിരിച്ചറിയേണ്ടതാണ്. അപ്പൊ ഇതെല്ലാം ഞാൻ സോൾവ് ചെയ്യുന്നതാണ്. ഓക്കെ, എനിക്ക് യാതൊരുവിധ ശത്രുവില്ല, മിത്രവും ഇല്ല, എല്ലാവർക്കും ശുഭം മാത്രം.